ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഈ വീഡിയോയിൽ പറയുന്നത് 6ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് ഇന്നാണല്ലോ എക്സാം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ പാർട്ട് 1 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ൽ A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം ആൻസർ ചെയ്താൽ മതി. ആദ്യം A ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദി പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദി കോൺസെപ്റ്റ് മാപ്പ്. താഴെ നിങ്ങൾക്ക് ചിത്രം നൽകിയിട്ടുണ്ട്. ഈ ഒരു ചിത്രം പൂരിപ്പിക്കാനാണ്, മാപ്പ് നോക്കിയിട്ട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോർത്ത് പോൾ 90 ഡിഗ്രി ആണെന്ന് നൽകിയിട്ടുണ്ട്. അന്റാർട്ടിക് സർക്കിളിൻ്റെ എഴുതണം. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ ഡിഗ്രി എഴുതണം. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്ത് എന്ന് നൽകിയിട്ടുണ്ട്. ഇക്വാറ്ററിൻ്റെ എഴുതണം. ആർട്ടിക് സർക്കിളിൻ്റെ എഴുതണം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 51 ഈ ഒരു മാപ്പിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിഗ്രീസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആർട്ടിക് സർക്കിള് 66.5 നോർത്താണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 നോർത്താണ്. ഇക്വേറ്റർ 0 ഡിഗ്രിയാണ്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്ത് ആണ്. അന്റാർട്ടിക് സർക്കിൾ 66.5 സൗത്ത് ഡിഗ്രിയാണ്. സോ ഇതേപോലെയാണ് നിങ്ങൾ അവിടെ ഫില്ലാക്കി കൊടുക്കേണ്ടത്. അടുത്തത് B ചോദ്യം. റൈറ്റ് ദി നെയിം ഓഫ് ദി കോണ്ടിനെൻറ്റ് ദാറ്റ് ബിലോങ്സ് ഓൺലി ഇൻ സദേൺ ഹെമിസ്ഫിയർ ഫ്രം ദി ഓപ്ഷൻസ്. താഴെ ഓപ്ഷൻസിൽ നിന്ന് സദേൺ ഹെമിസ്ഫിയറിലേക്ക് ബിലോങ് ചെയ്തിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയ, ഓപ്ഷൻ B ആഫ്രിക്ക, ഓപ്ഷൻ C യൂറോപ്പ്, ഓപ്ഷൻ D ഏഷ്യ. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ A ഓസ്ട്രേലിയ ആണ്. ഇനി 5Bയിലെ ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫൈ ദി ഗിവൺ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ഗ്ലോബ്. ഗ്ലോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റാണ് താഴെ നൽകിയിട്ടുള്ളത്. അനുയോജ്യമായത് യോജിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. An imaginary line drawn connecting the North Pole and the South Pole with reference to Earth's surface. നോർത്ത് പോളും സൗത്ത് പോളും കണക്റ്റ് ചെയ്തിട്ട് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 51 പറയുന്നുണ്ട്. ദി ഇമാജിനറി ലൈൻസ് ഡ്രോൺ ഓൺ ദി സർഫേസ് ഓഫ് ദി എർത്ത് കണക്റ്റിംഗ് ദി നോർത്ത് പോൾ ആൻഡ് ദി സൗത്ത് പോൾ വിത്ത് റെഫറൻസ് ടു എർത്ത് സെൻറ്റർ ആർ കാൾഡ് ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്. ഇതിന് ലോങ്ങിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. സോ നിങ്ങളിത് ലോങ്ങിറ്റ്യൂഡിലേക്കാണ് ഈ ഒരു കോളത്തിലുള്ളത് വരച്ച് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ദി ലാറ്റിറ്റ്യൂഡ് അറ്റ് 90 ഡിഗ്രി സൗത്ത് ഫ്രം ദി ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്നും സൗത്തിലേക്കുള്ള 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, അതിന് നമ്മൾ സൗത്ത് പോൾ എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ സൗത്ത് പോളിലേക്കാണ് വരച്ചു കൊടുക്കേണ്ടത്. ദി ലോങ്ങിറ്റ്യൂഡ് ദാറ്റ് പാസസ് ത്രൂ 180 ഡിഗ്രി. 180 ഡിഗ്രിയിലൂടെ കടന്നു പോകുന്ന ലോങ്ങിറ്റ്യൂഡ്. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണ് അത്. സോ അതിലേക്ക് മുകളിലേക്കാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ലാസ്റ്റ് വൺ, ദ നെയിം ഗിവൺ ടു ദി നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡിൻ്റെയും ലോങ്ങിറ്റ്യൂഡിൻ്റെയും നെറ്റ്വർക്ക് ലൈൻ എന്താണ് പറയുന്നത്? അതിന് ഗ്രാറ്റിക്യൂൾ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ 2ാമത്തെ പോയിന്റ് ഗ്രാറ്റിക്യൂൾ എന്ന് കാണാം. അതിലേക്കാണ് വരയ്ക്കേണ്ടത്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. അടുത്തത് B ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ശരിയായിട്ടുള്ള പ്രസ്താവന എടുത്തെഴുതുക. ഓപ്ഷൻസ് വായിക്കാം. The circles of latitude become bigger in size as we move from the equator towards the poles. ഇത് തെറ്റാണ്. ഓപ്ഷൻ B latitudes in the south of the equator are called northern latitudes. തെറ്റാണ്. ലാറ്റിറ്റ്യൂഡ്സ് ഇൻ സൗത്ത് ഓഫ് ദി ഇക്വേറ്ററിൽ സദേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ് പറയുന്നത്. C all the lines of longitudes are not of the same size. അത് തെറ്റാണ്. എല്ലാ ലോങ്ങിറ്റ്യൂഡ്സും സെയിം സൈസാണ്. ഇവിടെ സെയിം സൈസ് അല്ല എന്നാണ് പറയുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത ഓപ്ഷൻ D ഇഫ് ലോങ്ങിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഡ്രോൺ അറ്റ് 1 ഡിഗ്രി ഇൻ്റർവെൽ കണക്റ്റിംഗ് ബോത്ത് പോൾസ് വി ക്യാൻ ഡ്രോ 360 ലോങ്ങിറ്റ്യൂഡിനൽ ലൈൻസ്. നമ്മൾ 1 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ ലോങ്ങിറ്റ്യൂഡ് ലൈൻസ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് 360 വരയ്ക്കാൻ പറ്റുന്നതാണ്. ശരിയാണ്. കാരണം ഒരു സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് വരുന്നത്. സോ 1 ഡിഗ്രി വെച്ചിട്ട് നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ 360 ലോങ്ങിറ്റ്യൂഡ്സ് നമുക്ക് വരയ്ക്കാൻ കഴിയും. സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്
ഏത് എന്നാണ് ചോദിച്ചത്. അത് ലാസ്റ്റത്തെ ഓപ്ഷൻ ഡി ആണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി 6ലെ എ ചോദ്യമാണ്. ദ ഇനീഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി വാസ് ഒറിജിനേറ്റഡ് ദി ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ഓഫ് ആഥൻസ്. ഗ്രീക്ക് സിറ്റിയിലുള്ള ആഥൻസ് എന്ന രാഷ്ട്രമാണ് ഡെമോക്രസി ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ ഫോം ഉണ്ടായിട്ടുള്ളത്. ചോദ്യം ഇതാണ്, വാട്ട് വേർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെമോക്രസി ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ആ ഒരു പീരീഡ് കാലയളവിൽ ഉണ്ടായിട്ടുള്ള ഡെമോക്രസിയുടെ പ്രത്യേകത എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 25 ഏഥൻസ് എന്ന ടോപ്പിക്ക് പറയുന്നുണ്ട്. അവിടെ അവരുടെ ഡെമോക്രസി ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സോ നമുക്ക് എഴുതാം, ഓൾ മെൻ ഹാവിങ് സിറ്റിസൺഷിപ്പ് ഇൻ ഏഥൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എലക്ടിങ് റൂളേഴ്സ് ആൻഡ് മേക്കിംഗ് ലോസ്. അവിടെയുള്ള എല്ലാ പുരുഷന്മാർക്കും പൗരത്വം ഉണ്ടായിരുന്നു ഏഥൻസിലെ. അവരാണ് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കപ്പെട്ടത്. വുമൺ, സ്ലേവ്സ് ആൻഡ് ഫോറിനേഴ്സ് ഡിഡ് നോട്ട് ഹാവ് സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ്. സ്ത്രീകൾക്ക്, അടിമകൾക്ക്, വിദേശികൾക്ക് ഇവർക്ക് 3 പേർക്കും പൗരത്വം ഇല്ലായിരുന്നു. ഡ്യൂറിങ് ദി ടൈം ഓഫ് പെരിക്കിൾസ് പവർ വാസ് ഷെയർഡ് എമംഗ് ഓൾ സിറ്റിസൺസ്. പെരിക്കിൾസിൻ്റെ സമയത്ത് എല്ലാ പൗരന്മാരുടെ ഇടയിലും പവർ പങ്കിട്ടു. ഇത്രയുമാണ് അവരുടെ ഡെമോക്രസിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു ബി ചോദ്യമുണ്ട്. ഹൗ വാസ് ദി പൊളിറ്റിക്കൽ ബോഡി ഓഫ് ഏഥൻസ് നോൺ. ഏഥൻസിൻ്റെ പൊളിറ്റിക്കൽ ബോഡിയെ എന്താണ് പറയപ്പെട്ടിരുന്നത്? ഇതും ഈ ഒരു പേജിൽ ഇവിടെ കാണാം. ദ പൊളിറ്റിക്കൽ ബോഡി ഓഫ് ഏഥൻസ് വാസ് നോൺ ആസ് ദി അസംബ്ലി. അസംബ്ലി എന്നാണ് ഏഥൻസിൻ്റെ പൊളിറ്റിക്കൽ ബോഡിയെ വിളിക്കപ്പെട്ടത്. സോ ഇവിടെ ഏത് ഓപ്ഷനാണ് ശരി? ഓപ്ഷൻ ബി ആണ്, അസംബ്ലി എന്ന്. അടുത്തത് സി ചോദ്യം. There were practical difficulties in bringing Greece under a uniform administrative system. What were the reasons? പ്രാക്ടിക്കലായിട്ട് ഗ്രീസിൽ ഒരേ രീതിയിലുള്ള ഒരുപോലെയുള്ള ഭരണ സംവിധാനം എല്ലാവരിലേക്കും എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് എന്താണ് കാരണം എന്നാണ് ചോദിച്ചത്. ഇതിനുള്ള ആൻസറും ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ അതേ പേജിൽ തന്നെ പറയുന്നുണ്ട്. സീസ് ഓർ ഹൈ മൗണ്ടെയിൻസ് സെപ്പറേറ്റഡ് ദി സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ആൻഷ്യന്റ് ഗ്രീസ് ഫ്രം ഈച്ച് അതർ. പണ്ട് കാലത്ത് ഗ്രീസിൽ നഗരങ്ങളെ നഗരരാഷ്ട്രങ്ങളെ വേർതിരിച്ചിട്ടുള്ളത് കടലുകളും വലിയ മലകളും കുന്നുകളുമാണ്. സോ ഈച്ച് സിറ്റി സ്റ്റേറ്റ് വാസ് ഐസൊലേറ്റഡ്. അതുകൊണ്ട് ഓരോ നഗരരാഷ്ട്രവും ഒറ്റപ്പെട്ടിട്ടാണ് ഉള്ളത്. ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു എന്നാണ്. ബിക്കോസ് ഓഫ് ദിസ്, ഇത് കാരണമാണ് എ യൂണിഫോം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വാസ് ആബ്സെൻറ്റ് ഇൻ ആൻഷ്യന്റ് ഗ്രീസ്. പണ്ട് കാലത്ത് ഒരുപോലെയുള്ള ഭരണ സംവിധാനം ഇല്ലാതിരുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അടുത്തത് ഇനി 6ലെ ബി ചോദ്യമാണ്. ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാം. ഇറ്റ് വാസ് ഡ്യൂറിങ് ദി റീജിയൻ ഓഫ് അഗസ്റ്റസ് ദാറ്റ് ദി റോമൻ റിപ്പബ്ലിക് ട്രാൻസിഷനഡ് കംപ്ലീറ്റ്ലി ഇൻ ടു റോമൻ എംപയർ. അഗസ്റ്റസിൻ്റെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക് റോമൻ സാമ്രാജ്യമായിട്ട് മുഴുവനായിട്ട് മാറിയിട്ടുള്ളത്. ചോദ്യം ഇതാണ്, വാട്ട് വേർ ദി ഫീച്ചേഴ്സ് ഓഫ് റോമൻ എംപയർ. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പേജ് നമ്പർ 30 കൃത്യമായിട്ട് ഫീച്ചേഴ്സ് ഓഫ് റോമൻ എംപയർ എന്ന് നൽകിയിട്ടുണ്ട്. ഈ പോയിന്റ്സ് ആണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ദി റോമൻ എംപയർ വാസ് ദി വാസ്റ്റ് എംപയർ ദാറ്റ് സ്പ്രെഡ് അക്രോസ് യൂറോപ്പ്, നോർത്ത് ആഫ്രിക്ക, വെസ്റ്റേൺ ഏഷ്യ. വെസ്റ്റേൺ ഏഷ്യയിലും നോർത്ത് ആഫ്രിക്കയിലും യൂറോപ്പിലൊക്കെ പടർന്നു കിടക്കുന്ന ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. ദ റോമൻ എംപറേഴ്സ് വെർ നോൺ ആസ് പ്രിൻസപ്പ്, ദ ഫസ്റ്റ് സിറ്റിസൺ. റോമൻ ഭരണാധികാരികളെ പ്രിൻസപ്പ്, ആദ്യത്തെ പൗരന്മാർ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ദ സിസ്റ്റം ഓഫ് ഗവർണൻസ് ലെഡ് ബൈ ദി പ്രിൻസപ്പ് വാസ് കാൾഡ് ദി പ്രിൻസിപ്പേറ്റ്. പ്രിൻസപ്പ് നയിക്കുന്ന ഗവൺമെൻറ്റ്സിനെ ആണ് പ്രിൻസിപ്പേറ്റ് എന്ന് വിളിക്കപ്പെട്ടത്. അഗസ്റ്റസ് എസ്റ്റാബ്ലിഷ്ഡ് ദി പ്രിൻസിപ്പേറ്റ് ഗവർണിംഗ് സിസ്റ്റം. അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് എന്ന ഭരണ സംവിധാനം കൊണ്ടുവന്നത്. ദർ വാസ് എ സ്ട്രോങ് ആർമി ദാറ്റ് ഡിഡ് സർവീസ് ഫോർ ദി റെഗുലർ വേജസ്. സ്ഥിര കൂലിക്കായിട്ട് സർവീസ് ചെയ്യുന്ന, സേവനം ചെയ്യുന്ന നല്ല ശക്തമായിട്ടുള്ളൊരു ആർമി അവിടെയുണ്ട്.
ഇത്രയും പോയിന്റ്സ് ആണ് റോമൻ സാമ്രാജ്യത്തിനെ കുറിച്ചിട്ട് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് പഠിച്ചു വെക്കുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പാർട്ട് 1 ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇന്നാണ് നിങ്ങളുടെ SS എക്സാം എങ്കിൽ യെസ് എന്ന് നിങ്ങൾ കമൻ്റ് ആയിട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.